ചൂതുകളി ആരംഭിക്കുകയായി. സഭാമണ്ഡപം മുഴുവൻ കാണികളെ കൊണ്ട് നിറഞ്ഞു. ധർമ്മപുത്രരും ദുര്യോധനനും ഇരുവശത്തുമായി ഇരിപ്പുറപ്പിച്ചു. ദുര്യോധനനോട് ചേർന്ന് ശകുനി ഇരിപ്പുണ്ട്. ദുര്യോധനൻ പറഞ്ഞു, എനിക്കു വേണ്ടി കളിക്കുന്നത് മാതുലനായ ശകുനിയായിരിക്കും. പണയവസ്തു നൽകുന്നത് ഞാനും. ഇരുവിഭാഗവും തങ്ങളുടെ പണയവസ്തുക്കൾ വെച്ചു. ധർമ്മപുത്രരും ദുര്യോധനനും തങ്ങളുടെ സമ്പത്താണ് പണയമായി നൽകിയത്. പകിട പകിട 12 എന്ന വിളി ഒരു മന്ത്രം പോലെ സഭാമണ്ഡപത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ധൃതരാഷ്ട്രർ ചൂതുകളിയുടെ കാര്യം വിതുരരെ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹവും ഭീഷ്മാചാര്യരും വിലക്കിയതാണ്. ഇതിന് സമ്മതിച്ചാൽ ദുര്യോധനൻ ഈ കുലം മുടിച്ചേ അടങ്ങൂ എന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ ധൃതരാഷ്ട്രർ ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. ആദ്യ മത്സരത്തിൽ തന്നെ യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം നഷ്ടമായി. രണ്ടാമതായി 2 വിഭാഗക്കാരും തങ്ങളുടെ പാതി രാജ്യം പണയം വെച്ചു. വീണ്ടും പരാജയം യുധിഷ്ഠിരന്. കള്ളച്ചൂതാണ് കളിക്കുന്നതെന്നെല്ലാവർക്കും അറിയാമെങ്കിലും അതാരാലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശകുനിയുടെ വിജയം. രാജ്യവും കൂടി നഷ്ടപ്പെട്ടപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, തങ്ങൾ കളിയിൽ നിന്നും പിന്മാറുകയാണ്. സാധാരണ പൗരന്മാരായി ഞങ്ങൾ ഇവിടെ ജീവിച്ചുകൊള്ളാം. അപ്പോൾ ശകുനി പറഞ്ഞു, ഇനിയും അവസരമുണ്ടല്ലോ, വെറുതെ നഷ്ടപ്പെടുത്തേണ്ട. നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തുമെല്ലാം തിരിച്ചു പിടിക്കാൻ നോക്കൂ. താങ്കളുടെ സഹോദരന്മാരെ പണയം വയ്ക്കൂ. അങ്ങനെ ധർമ്മപുത്രർ വീണ്ടും ചൂതുകളി ആരംഭിച്ചു. തൻ്റെ സഹോദരനായ ഭീമസേനനെ പണയം വെച്ച് യുധിഷ്ഠിരൻ ചൂതുകളിച്ചു. ആ ചൂതുകളിയിലും ധർമ്മപുത്രർ പരാജയപ്പെട്ടു. അങ്ങനെ ഭീമസേനൻ ദുര്യോധനൻ്റെ അടിമയായി. അടുത്തതായി അദ്ദേഹം അർജുനനെ പണയം വെച്ചു. ശകുനി വിജയിച്ച് മുന്നേറുകയാണ്. അർജുനൻ ദുര്യോധനൻ്റെ അടിമയായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഭീമസേനൻ രോഷാകുലനായി അർജുനനോട് പറഞ്ഞു, ഇത് അന്യായമാണ്. ഇതെന്താണ് ഈ ജ്യേഷ്ഠൻ ചെയ്യുന്നത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, ധർമ്മത്തിലും നീതിയിലും വിശ്വസിക്കുന്നയാളാണ് നമ്മളുടെ ജ്യേഷ്ഠൻ. ഇത് നമ്മുടെ വിധി എന്ന് കരുതി ജ്യേഷ്ഠനെ അനുസരിക്കുക. പിന്നീട് നകുലനെയും സഹദേവനെയും പണയം വയ്ക്കുകയും ധർമ്മപുത്രർ വീണ്ടും വീണ്ടും പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തന്നെ പണയം വെച്ചു. അതിലും വിജയം കണ്ടെത്താൻ ധർമ്മപുത്രർക്കായില്ല. ഇനി ഈ ചൂതുകളി ഇവിടെ വെച്ച് നിർത്താൻ വിതുരർ ആവശ്യപ്പെട്ടെങ്കിലും കോപാക്രാന്തനായ ദുര്യോധനൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇനിയുമുണ്ടല്ലോ പണയവസ്തു, ദ്രൗപദിയെ പണയം വയ്ക്കൂ. ധർമ്മപുത്രർക്ക് അതനുസരിക്കാതെ നിർവാഹമില്ലായിരുന്നു. അദ്ദേഹം ദ്രൗപദിയെ പണയം വെച്ച് ചൂതുകളി തുടർന്നു.